ഇടുക്കിയിലെ വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ബസ് കയറി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം കെ ഷാജു പറഞ്ഞു. സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ സ്കൂൾ പാലിച്ചില്ല. കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നതുവരെ ബസ്സൊന്നും മുന്നോട്ടെടുക്കാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിൻ്റെ ആ ചുമതല പ്രിൻസിപ്പലിനായിരുന്നു. അതിൽ വീഴ്ചയുണ്ടായി കെ ഷാജു പറയുന്നു. ഇതൊരു യാദൃശ്യമായ സംഭവം ആയിട്ട് കാണാൻ പറ്റില്ല. ആ പ്രോട്ടോക്കോളിൽ വന്ന വീഴ്ചയാണത്. കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികൾ ഇറങ്ങിയ ബസ് മൂവ് ചെയ്യാൻ പാടില്ല. ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഒരു കുട്ടി ഓടി ബ്ലൈൻഡ് സ്പോട്ടിൽ ചെന്ന് പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടികളാണ്. അവർ പൂമ്പാറ്റയെ കണ്ടാലോ ഒരു ടീച്ചറെ കണ്ടാലോ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ടെടുക്കാൻ പാടില്ലാത്തതാണ്. അത് യഥാർത്ഥത്തിൽ അത് ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പളിനാണ്. അതെല്ലാ ആഴ്ച ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ഒരു സംവിധാനമാണത്. കുറേ ശീലമാകുമ്പോൾ കണ്ടീഷൻഡായി എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു വിഷയമല്ല. അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലൈഫ് ഓഫ് ചിൽഡ്രൻ. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SK 4 വയസ്സുകാരി ഹേസൽ ബെന്നിന്റെ മരണം യാദൃശികമായി സംഭവിച്ചതല്ല. അതിൽ ഈ സ്കൂൾ മാനേജ്മെന്റിന്, സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതാണ് എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ പ്രിൻസിപ്പാളിനാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം. ഈ സ്കൂൾ ബസ്സിൽ കയറിയ കുട്ടി സുരക്ഷിതമായി ക്ലാസ്സിൽ എത്തുന്നതുവരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അത് സ്കൂൾ പ്രിൻസിപ്പാളിനാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടോ എന്ന് നേരത്തെ പരിശോധിക്കേണ്ടത് പ്രിൻസിപ്പാളായിരുന്നു. അത്തരമുള്ള പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ല. ഈ സ്കൂൾ ബസ്സിൽ ആയമാരുണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള പരാതികൾ ഈ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന്, പല രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതുൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ സ്കൂൾ ബസിന്റെ അപകടം നടന്നതിന് തൊട്ട് ചേർന്ന ഒരു CCTV ക്യാമറ ഈ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അപകടം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ആ CCTV ക്യാമറ തകരാറിലായി എന്നുള്ളതാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. പെട്ടെന്ന് എങ്ങനെ അത് തകരാറിലായി, ഈ അപകടം ഉണ്ടാകുന്നതിന്റെ 2 ദിവസം മുമ്പ് തന്നെ അതെങ്ങനെ തകരാറിലായി എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. ഇന്നലെ ഹേസൽ ബെന്നിന്റെ കുടുംബാംഗങ്ങൾ ഈ മാനേജ്മെന്റിനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യമായി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഈ സ്കൂൾ ബസ് അപകടമുണ്ടാക്കിയ സ്കൂൾ ബസ് ഓടിച്ച ശശി എന്ന് പറയുന്ന പൈനാവ് സ്വദേശിക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തതും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നിലവിൽ എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടും സ്വമേധയാ കേസെടുത്തതുകൊണ്ടും സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.